പൊതുപരിപാടികൾക്കായോ സിനിമാ പ്രമോഷനായോ എത്തുന്ന സെലിബ്രിറ്റികൾക്ക് നേരെ ആളുകളുടെ മോശം പെരുമാറ്റമുണ്ടാകുന്നത് അടുത്തിടെയായി സ്ഥിരം കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. സാനിയ അയ്യപ്പൻ അടക്കമുള്ള താരങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുക, തോളിൽ കൈയിട്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുക തുടങ്ങിയവയൊക്കെയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ സിനിമാ പ്രമോഷന് എത്തിയ നവ്യ നായർക്കും സമാനമായ അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പാതിരാത്രി സിനിമയുടെ പ്രമോഷന് വേണ്ടിയാണ് സിനിമയിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും കോഴിക്കോട് എത്തിയത്. പ്രമോഷൻ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങാനായി പോവുകയായിരുന്നു നവ്യയും സൗബിനും. ജനങ്ങൾ തിങ്ങിക്കൂടിയതുകൊണ്ട് തന്നെ താരങ്ങൾക്കൊപ്പം 8ഓളം ബൗൺസർമാരും ഉണ്ടായിരുന്നു. അതിനിടയിലൂടെയാണ് ഒരാൾ കൈനീട്ടി നവ്യയുടെ ശരീരത്തിൽ സ്പർശിച്ചത്. സംഭവം ശ്രദ്ധിക്കപ്പെട്ട സൗബിൻ ഉടൻ നവ്യയുടെ അടുത്തേക്ക് എത്തി കൈ വരുന്നത് തടഞ്ഞു. നവ്യ തന്നെ അനുവാദമില്ലാതെ സ്പർശിച്ചയാളെ തുറിച്ചു നോക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശേഷം നടന്ന് നീങ്ങുകയാണ് ചെയ്തത്. പ്രതികരിക്കാൻ നിൽക്കാതെ തുറച്ചു നോക്കുന്നതിന് ശേഷം നവ്യ നടന്നുപോയി. വീഡിയോ വൈറലായതോടെ സംഭവവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ആളുകളും എത്തി. തുറിച്ചു നോക്കിയാൽ മാത്രം പോരായിരുന്നു, നടി കൃത്യമായി പ്രതികരിക്കണമെന്നായിരുന്നു ചിലരുടെ പ്രതികരണം. സൗബിൻ ഉടനടി നവ്യയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് നല്ലൊരു കാര്യമാണ്. തൻ്റെ ശരീരത്തിൽ അനുവാദമില്ലാതെ ആര് തൊട്ടാലും ഏത് സ്ത്രീയും ദേഷ്യപ്പെടും. നവ്യയുടെ ആ ദേഷ്യമാണ് നോട്ടത്തിൽ പ്രതിഫലിച്ചത്. ഒരാളുടെ ശരീരത്തിൽ തൊട്ടാൽ പെർമിഷൻ വേണമെന്ന് ബേസിക് കാര്യം എന്നാണ് ആളുകൾ പഠിക്കേണ്ടത്. നവ്യ ആയതുകൊണ്ട് കേരളം കത്തിയില്ല. വല്ല ഓൺലൈൻ യൂട്യൂബ് സെലിബ്രിറ്റികളുമായിരുന്നെങ്കിൽ എന്തൊക്കെ പുകിലാകുമായിരുന്നു. ഇത്രയും ബൗൺസർമാർ ഉണ്ടായിട്ടും നവ്യയ്ക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായല്ലോ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ വരുന്നത്. അതിനിടയിൽ ചിലർ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നവർ എന്ന് അവകാശപ്പെട്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ കൈ നീട്ടിയതാണ്, പക്ഷേ നവ്യ അത് കണ്ടില്ല, അതുകൊണ്ട് തട്ടി വിളിച്ചു എന്നാണ് ചിലർ പറഞ്ഞത്. അതേസമയം മറ്റു ചിലർ വിമർശിച്ചും കമൻറ്റുകൾ കുറിച്ചിട്ടുണ്ടെന്നതാണ് മറ്റൊരു സങ്കടകരമായ കാര്യം. നവ്യ മഞ്ജു വാര്യരാകാൻ ശ്രമിക്കുന്നു, ഇവർ ഫീൽഡ് ഔട്ടായ നടിയല്ലേ എന്നിങ്ങനെയാണ് അത്തരത്തിലുള്ള കമൻറ്റുകൾ.